നാച്ചുറൽ എനർജി ബൂസ്റ്ററായ ചെറുപഴവും ന്യൂട്രീഷ്യസ് ആയ പീനട്ടും രണ്ടും കൂടി ചേർന്നുള്ള ഒരു പുതുമയാർന്ന പലഹാരം. ഇതിൻ്റെ കൂടെ മറ്റു ചേരുവകളും കൂടെ ചേരുമ്പോൾ ഈവനിങ് സ്നാക്ക് അടിപൊളിയായി. ചെറുപഴം കൊണ്ട് പല വിധത്തിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ സാധാരണ ചേരുവകളായ റവയും പീനട്ടും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ചെറുപഴവുമായി ചേരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരം തയ്യാറാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഈ പഴത്തിൽ നിന്ന് ഞാൻ 5 എണ്ണമാണ് എടുക്കുന്നത്. പഴത്തിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ ഇത് മുറിച്ചിടുക. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു 5-6 പീസ് ബീട്രൂട്ടും കൂടെ ഇടുന്നുണ്ട്. അതൊരു നിറം കിട്ടാൻ വേണ്ടി ഇടുന്നതാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും ഈ പലഹാരത്തിന് വരത്തില്ല. അതിലിടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വെള്ളമൊന്നും ഒഴിക്കാതെ ഇതെല്ലാം കൂടി അരച്ച് മാറ്റി വെക്കുക. ഇനി വലിയൊരു പാനിൽ 1/2 കപ്പ് നിലക്കടലയും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 ഏലയ്ക്ക ഇതെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ആക്കുക. നിലക്കടല നേരത്തെ വറുത്തതാണ്, അതുകൊണ്ട് ഇത് ഒന്നിച്ചിടുന്നത്. വറുത്തതല്ലെങ്കിൽ നിലക്കടല തന്നെ ആദ്യം വറുത്തെടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കുക. ചൂട് പോയതിന് ശേഷം ഇത് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി സെയിം പാനിൽ തന്നെ 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുക. കൂടെ 1/2 കപ്പ് റവയും. എന്നിട്ടിത് റോസ്റ്റ് ചെയ്യുക. റവ കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. റോസ്റ്റ് ആകുമ്പോൾ നല്ല സ്മെല്ല് വരും. റവ റോസ്റ്റ് ആയില്ലെങ്കിൽ പലഹാരത്തിൻ്റെ ടേസ്റ്റ് കുറയും. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പഴം തേങ്ങ മിക്സ് ഇട്ട് നന്നായി ഇളക്കുക. ഈ സമയം പഴത്തിലുള്ള ജലാംശമൊക്കെ റവ വലിച്ചെടുത്ത് അത് ഡ്രൈ ആകും. അങ്ങനെ ഡ്രൈ ആയതിന് ശേഷം വേണം ഇതിലേക്ക് 1 കപ്പ് അഴുക്കില്ലാത്ത ശർക്കരപ്പൊടി ഇടാനായിട്ട്. ശർക്കരപ്പൊടി കൂടി ഇട്ട് ഇളക്കുക. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് 1/4 കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ. അപ്പോൾ കുറച്ചുകൂടി ഇളക്കേണ്ടി വരും. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകാനായിട്ട് തുടങ്ങും. ഈ ഉരുകുന്ന ശർക്കരയിൽ ഈ ചേരുവകളെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഇത് 1 മിനിറ്റോളം വഴറ്റിയെടുക്കുക. ഞാനിവിടെ ചേർക്കാൻ പോകുന്ന നിലക്കടലയിൽ ലേശം ഉപ്പിൻ്റെ രുചിയുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പില്ലാത്ത നിലക്കടലയാണെങ്കിൽ ഈ സമയം ലേശം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നത് നല്ലതാണ്. ഇനിയും ഇതിലേക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ചേർത്താലും കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യിലൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് കൂടും. വേണ്ടാത്തവർക്കത് സ്കിപ്പ് ചെയ്യാം. ഇനിയും ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി ഇളക്കി ഡ്രൈ ആക്കുക. അങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പീനട്ട് പൗഡർ ചേർത്തിളക്കുക. 1/2 മിനിറ്റോളം ഇത് ഇളക്കണം. അങ്ങനെ ഇളക്കിയതിന് ശേഷം വേണം ഫ്ലെയിം ഓഫാക്കാനായിട്ട്. കുറച്ച് ചൂട് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവിലെടുത്താൽ ഇതെല്ലാം ഡ്രൈ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചിലപ്പോൾ ഈ പഴത്തിൻ്റെയൊക്കെ ജലാംശത്തിൻ്റെ ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടാം. അതുകൊണ്ട് റവ വറക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വറുത്തിട്ട് അത് കുറച്ച് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഈ അളവിൽ എനിക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടി. ഇനി കുറച്ച് റോസ്റ്റഡ് റവ വിതറിയ പാത്രത്തിലേക്ക് ഈ പലഹാരങ്ങൾ നിരത്തുക. പുറത്ത് 2 ദിവസം സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ ഇത് കൂടുതൽ ദിവസം ഇരിക്കും. റവയും പഴവും തേങ്ങയും പീനട്ടും ശർക്കരയും എല്ലാം കൂടി ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ഹെൽത്തി ടേസ്റ്റി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഏതു ബേക്കറി പലഹാരത്തെക്കാളും ഗുണത്തിലും രുചിയിലും മെച്ചമായ ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരം നിങ്ങളും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാം,
അതുപോലെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കുകയും വേണ്ട. ഇനിയും അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.